നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തറ സ്പർശം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ അഗ്രി തെറാപ്പി സംഘടിപ്പിച്ചു. കേരള കലാമണ്ഡലത്തിൽ പുതിയ ഭരണസമിതി രൂപീകരിക്കപ്പെടാനിരിക്കെ അംഗീകാരമില്ലാതെ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതിനായി വാക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തുവാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെതിരെ DCC ജനറൽ സെക്രട്ടറി K. നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റി വൈസ് ചാൻസലറെ സന്ദർശിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. മണ്ണത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. കുട്ടനല്ലൂർ സ്വാശ്രയ കർഷക സമിതിയുടെ 26ാം വാർഷിക പൊതുയോഗം നടത്തറ ഫാർമേഴ്സ് ബാങ്കിന്റെ പഴയ വൈദ്യുതി ഓഫീസ് കെട്ടിടത്തിൽ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തറ സ്പർശം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ അഗ്രി തെറാപ്പി സംഘടിപ്പിച്ചു. സ്പർശം ബഡ്സ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു അജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, സ്കൂൾ അധ്യാപിക റാണി, സെക്രട്ടറി സീന KP, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ചെണ്ടുമല്ലി തൈ, പച്ചക്കറി തൈ എന്നിവയുടെ നടീലും ഉണ്ടായിരുന്നു. കേരള കലാമണ്ഡലത്തിൽ പുതിയ ഭരണസമിതി രൂപീകരിക്കപ്പെടാനിരിക്കെ അംഗീകാരമില്ലാതെ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതിനായി വാക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തുവാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെതിരെ DCC ജനറൽ സെക്രട്ടറി K. നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റി വൈസ് ചാൻസലറെ സന്ദർശിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പുതിയ ഭരണസമിതി നിലവിൽ വരാനിരിക്കെ നിയമന നടപടികൾ അടിയന്തരമായി നടത്തുന്നത് ദുരുദ്ദേശത്തോടെയാണ് കമ്മിറ്റി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. നിലവിലെ സാഹചര്യത്തിൽ നിയമന നടപടികൾ പുതിയ ഭരണസമിതിയുടെ പരിഗണനയ്ക്കും തീരുമാനത്തിനും വിധേയമാക്കുന്നതാണ് ഉചിതമെന്നും അവർ അഭിപ്രായപ്പെട്ടു. പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്നതിനു മുൻപ് നടത്തുന്ന നിയമനങ്ങൾ ഭാവിയിൽ അനാവശ്യമായ വിവാദങ്ങൾക്കും നിയമപരമായ സങ്കീർണതകൾക്കും ഇടയാക്കുവാൻ സാധ്യതയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകി. കലാമണ്ഡലം പോലുള്ള ഒരു പൊതുസ്ഥാപനത്തിൽ നിയമന നടപടികൾ പരമാവധി സുതാര്യതയോടെയും ബന്ധപ്പെട്ട ഭരണസമിതിയുടെ അംഗീകാരത്തോടെയും മാത്രമേ നടത്താവൂ എന്നും നിലവിലെ സാഹചര്യത്തിൽ വാക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തുവാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. അതിനാൽ പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതുവരെ പ്രസ്തുത ഇന്റർവ്യൂ നടപടികൾ മാറ്റിവെക്കുവാൻ വൈസ് ചാൻസലർ അടിയന്തരമായി ഇടപെടണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വള്ളത്തോൾ മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ, മുള്ളൂർക്കര മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ TK വാസുദേവൻ, ഇക്ബാൽ, മുസ്തഫ് തലശ്ശേരി, OU ബഷീർ, ഫസലുർ റഹ്മാൻ, ഷിഹാബ് വറവട്ടൂർ, ഉസ്മാൻ ആറ്റൂർ, തമ്പി മണി, ബഷീർ ദേശമംഗലം, മുസ്തഫ ആറ്റൂർ, ഷാലു തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് ചാൻസലർ പ്രതിനിധി സംഘത്തിന്റെ വിഷയം പരിശോധിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തതായി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മണ്ണത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂൺ 12 വൈകിട്ട് വിശുദ്ധ കുർബാനയും റവറന്റ് ഫാദർ നിതിൻ പൊന്നാരി, തുടർന്ന് കൂടുതുറക്കൽ, രൂപം എഴുന്നള്ളിക്കൽ, അന്തോണീസ് സംഗമം, തുടർന്ന് ബാൻഡ് സമ്മേളനവും തിരുനാൾ ദിനം രാവിലെ 6:15 വിശുദ്ധ കുർബാന, നൊവേന, ലതീൻ, ഫാദർ ഡേവിസ് ചിറമൽ 9 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാന, മുഖ്യ കാർമ്മികൻ റവറന്റ് ഫാദർ ജോസ് വള്ളൂരാൻ, വചനസന്ദേശം ഫാദർ അലക്സ് മരോട്ടിക്കൽ, സഹകാർമ്മികൻ ഫാദർ സിറിൽ എടമന, തുടർന്ന് രാവിലെ 10 മണി മുതൽ 3 മണി വരെ നേർച്ച വിതരണം, ബാൻഡ് മേളവും ഇടവക വികാരി ഫാദർ ഡേവിസ് ചിറമൽ, അസിസ്റ്റന്റ് വികാരി ജോൺ പുത്തു, ട്രസ്റ്റുമാർ ആൻഡോ വടക്കുംപാടൻ, പിയൂസ് ചാലിശ്ശേരി, തോമസ് ഇടമറ്റത്തിൽ, ലിയോ ആലപ്പാട്, ജനറൽ കൺവീനർ ജോയ് പാറയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. സഹോദരങ്ങളെ, പാവുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഗോളതലത്തിൽ ആഘോഷിക്കുന്നത് ജൂൺ 13-ാം തീയതിയാണ്. അതേ ദിനത്തിൽ തന്നെയാണ് മണ്ണുത്തി ഇടവഴിയിലും വിശുദ്ധ അന്തോണീസിന്റെ
ഊട്ടുതിരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ വർഷം പൂർവാധികം ആഘോഷത്തോടെ കൊണ്ടുവരാനാണ് ഈ തിരുനാളുകളുടെ ഈ ഇടവകാലങ്ങൾ എല്ലാവരും പരിശ്രമിക്കുന്നത്. ഈ ഇടവയിലേക്ക്, ഈ ഊട്ടുതിരുനാളിലേക്ക് എല്ലാ നാട്ടുകാരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ തിരുനാളിന് വരുമ്പോൾ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. ആ വിശുദ്ധൻ ദൈവത്തിൻ്റെ അനുഗ്രഹം തൻ്റെ പ്രത്യേകമായ സ്ഥലമായ ഈ മണ്ണുത്തിയിൽ പ്രത്യേകം ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാണ്. നമുക്ക് ആ അനുഗ്രഹം പ്രാപിക്കാം. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിൽ പണിത് ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തിന് അഭയം നൽകുന്ന, ആനന്ദം നൽകുന്ന ഈ ദേവാലയത്തിന്റെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുന്നാൾ നാളെ ശനിയാഴ്ച ജൂൺ 13 തീയതി വളരെ ശോഭയോടും ഭക്തിനിർഭരമായ കൂതാശയോടും കൂടി നടത്തപ്പെടുകയാണ്. ഈ ഊട്ടുതിരുനാൾ എന്നുള്ളതിന്റെ വിപുലമായ അർത്ഥത്തിൽ തന്നെ 15,000 ആളുകൾക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കി ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ്. ഈ പ്രദേശത്തും ഇതിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക്, ഇവിടെ താമസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷണം നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഉത്സവത്തിന്റെ ചടങ്ങ് പോലെയുള്ള ആഘോഷത്തോടുകൂടിയാണ് ഇതിന്റെ പാചക ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. 1000-ഓളം വരുന്ന ഇടവാങ്ങുകൾ ഒരു കുടുംബത്തിലെ ചടങ്ങുകൾ പോലെ തന്നെ ഒരുമിച്ച് നിന്ന് ഇതിന്റെ പാചകവും മറ്റ് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച. വീടുകളിൽ നിന്ന് കൂട്ടായ്മയും ഒരുമിച്ചുള്ള ഭക്ഷണം വെപ്പും സദ്യയുമെല്ലാം കുടിയിറങ്ങിയപ്പോൾ ഈ പള്ളിയിൽ നടക്കുന്ന ഈ ചടങ്ങിന് വളരെ മനോഹാരിതയും സാഹോദര്യവും പുതുമയും വലിയ ഹൃദയ സന്തോഷത്തോടു കൂടിയാണ് എല്ലാ ഇടവാങ്ങുകളും നാട്ടുകാരും ഈ ചടങ്ങിനെ കാണുകയും സഹകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ഊട്ടുതിരുനാളിൽ പങ്കെടുക്കുന്നതിനും ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. 15,000 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും അടുത്തുള്ള അഗതി മന്ദിരങ്ങളിലെ അഗതികൾക്ക് 20ഓളം അഗതി മന്ദിരങ്ങൾ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത് അവരെ സംതൃപ്തരാക്കുന്നതിനുള്ള വലിയ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വലിയ ചടങ്ങിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛനും അസിസ്റ്റന്റ് വികാരി ജോണച്ചനും ഇതിന്റെ കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളുമെല്ലാം ഒരുമിച്ച് നടത്തുന്ന ഈ ചടങ്ങിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാട്ടുകാരുടെ ആത്മീയമായ ഉണർവിനും ആരോഗ്യകരമായ മെച്ചപ്പെട്ട അവസ്ഥയ്ക്കും ഇത് കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയുമാണ്. കുട്ടനെല്ലൂർ സ്വാശ്രയ കർഷക സമിതിയുടെ 26ാം വാർഷിക പൊതുയോഗം നടത്തറ ഫാർമേഴ്സ് ബാങ്കിന്റെ പഴയ വൈദ്യുതി ഓഫീസ് കെട്ടിടത്തിൽ സംഘടിപ്പിച്ചു. ഫാർമർ ഡയറക്ടർ സൗമ്യ ബിജു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. SKS പ്രസിഡന്റ് ഇനാഷു കെ അധ്യക്ഷം വഹിച്ചു. മികച്ച കർഷകനെയും മികച്ച രണ്ടാമത്തെ കർഷകനെയും ഡെപ്യൂട്ടി മാനേജർ അനുപമ രാജ് ആദരിച്ചു. SKS വൈസ് പ്രസിഡന്റ് ജോസ് MM സ്വാഗതവും ട്രഷറർ രമേശ് TK നന്ദിയും പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ കമ്മിറ്റിക്കാർക്കും ആദ്യം തന്നെ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അല്ലേ, ഇപ്പം ഞാൻ സമിതിയുടെ ചാർജ് എടുത്തിട്ട് 2-3 വർഷത്തോളമായിട്ടുണ്ട്. അപ്പോൾ 26 വർഷത്തെ പ്രവർത്തന പരിചയമുള്ളൊരു സമിതിയാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ 26 വർഷത്തിൻ്റെ, കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെ ആ ഒരു വളർച്ച നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒരു പക്ഷേ അതിന് പല പല കാരണങ്ങളുണ്ട്. ഒറ്റ കാരണം, ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശമുയർത്തി കൃഷ്ണപുരം ദേശത്ത് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കാഡ്രസ് ക്ലബ് കൃഷ്ണപുരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയിൽ വിവിധ ഫുട്ബോൾ ടീമുകളുടെ ആരാധകരും ഫുട്ബോൾ പ്രേമികളും പങ്കെടുത്തു. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച വാഹന പ്രചരണ ജാഥയിൽ ഇഷ്ട ടീമുകളുടെ പതാകകളും ബാനറുകളും ഉയർത്തിപ്പിടിച്ചാണ് ആരാധകർ ആവേശം പങ്കുവച്ചത്. ഫുട്ബോൾ ലോകകപ്പിനോടനുബന്ധിച്ച് കായിക സൗഹൃദവും കൂട്ടായ്മയും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. ജാഥയ്ക്ക് കാഡ്രസ് ക്ലബ് ഭാരവാഹികൾ നേതൃത്വം നൽകി. ഫുട്ബോൾ പ്രേമികളുടെ വലിയ പങ്കാളിത്തം പരിപാടിയെ ശ്രദ്ധേയമാക്കി.
2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുവാൻ മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ബിഗ് സ്ക്രീൻ ഒരുക്കി. ഫസ്റ്റ് റൗണ്ട് മുതൽ ഫൈനൽ വരെയുള്ള എല്ലാ മത്സരങ്ങളും സൗജന്യമായി പൊതുജനങ്ങൾക്ക് കാണാവുന്നതാണ്. സ്വിച്ച് ഓൺ കർമ്മം മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് മണ്ഡലം പ്രസിഡന്റ് MU മുത്തുവിന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ് നിർവഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ MG രാജൻ, VV ജോബി, ജോണി അരിമ്പൂർ, രവീന്ദ്രൻ കരുമത്തിൽ, KA മുസ്തഫ, കരീം ഖാൻ, ഫിലോമിന ജോസ്, അനിൽ നാരായണൻ, രാജേഷ് കുളങ്ങര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രിയമുള്ളവരെ, 2026 വേൾഡ് കപ്പ് ബിഗ് സ്ക്രീനിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഓഫീസ് ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഈ വേൾഡ് കപ്പ് കാണുന്നതിന് വേണ്ടി ഉറക്കമുളച്ച് നമ്മുടെ MRC ക്ലബിലൊക്കെ പോയി കണ്ട ഒരു കാലഘട്ടമുണ്ട്. അന്നൊന്നും വീടുകളിൽ TV ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് ക്ലബുകളിൽ പോയി കളർ TVയുടെ മുമ്പിൽ മണിക്കൂറുകളോളം ഉറക്കമുളച്ച് കാത്തിരുന്ന് നമ്മൾ വേൾഡ് കപ്പ് കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ ഒരു ജർമ്മനിയുടെ ഫാനാണ്. കാരണം ജർമ്മനി ടീമിനെ കുറിച്ചിട്ട് എല്ലാവരും കേട്ട് കാണില്ല, പ്രത്യേകിച്ച് പുതിയ തലമുറ. ഏറ്റവും കൂടുതൽ ക്വാർട്ടർ ഫൈനൽ കളിച്ചിട്ടുള്ള ടീം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. ഏറ്റവും കൂടുതൽ സെമി ഫൈനൽ കളിച്ച ടീം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ച ടീം ഏതാണെന്ന് ചോദിച്ചാൽ അതും ജർമ്മനിയാണ്. 3 തവണ അടുപ്പിച്ച് ഫൈനൽ കളിച്ച ടീം ഏതാണെന്ന് ചോദിച്ചാൽ അതും ജർമ്മനിയാണ്. പിന്നെ വേൾഡ് കപ്പ് 3 തവണയാണ് എടുത്തത്. അതുപോലെ തന്നെ റണ്ണറപ്പ് 4 തവണ റണ്ണറപ്പ് ആയിട്ടുണ്ട്. പിന്നെ തൊട്ട് മുമ്പിലാണ് അർജന്റീനയാണ്, പിന്നെ കൂടുതൽ ബ്രസീലാണ്, പിന്നെ അർജന്റീന തൊട്ട് താഴെ 3 വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ 5 വേൾഡ് കപ്പ് എടുത്തിട്ട് ബ്രസീലാണ് കുറച്ചുകൂടി മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ലോകകപ്പിൽ ഇന്ത്യ രാജ്യം കളിക്കുന്നത് വരെ ജർമ്മനിയുടെ ഫാനായിട്ട് ഇരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കളി നടക്കുന്ന സമയത്ത് സൗജന്യമായി ഇവിടെ വന്നിരുന്ന് കളി കാണാനുള്ള ഒരു അവസരമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട DCCയുടെ ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ KC അഭിലാഷിനെ, കാൽപന്ത് കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ നാട്, നമ്മുടെ കേരളം അത് വർഷങ്ങളായി ഏറ്റെടുത്ത് നമ്മുടെ മുമ്പിൽ അതിന് കൊടുക്കുന്നൊരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളൊക്കെ ഫുട്ബോൾ കളിക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ആ പ്രാധാന്യം പോലെ തന്നെയാണ് വേൾഡ് കപ്പ് വരുമ്പോൾ വേൾഡ് കപ്പിൻ്റെ അലയടികൾ നമ്മുടെയൊക്കെ പ്രദേശത്ത് എത്രമാത്രം അതിനെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമോ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പഴയ കാലത്തൊക്കെ ഫുട്ബോൾ കളി കാണാൻ വേണ്ടിയും ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയും ഒക്കെ കടന്നു പോയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. എന്നാൽ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ലഹരിയാണ്, പ്രത്യേക ലഹരിയാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ അർജന്റീന അല്ലെങ്കിൽ ബ്രസീൽ. അത് കഴിഞ്ഞാണ് കേരളത്തിൽ മറ്റു ടീമുകൾക്കൊക്കെ, ഫ്രാൻസ് ആയാലും ജർമ്മനി ആയാലും ഇംഗ്ലണ്ട് ആയാലും ഒക്കെ ആരാധകരുണ്ടായിരിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പോർച്ചുഗൽ ഉൾപ്പെടെ ഒരുപാട് ആരാധകർ, വ്യത്യസ്തമായ പുതുതലമുറകൾ വേൾഡ് കപ്പിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ മെസ്സിയും മറ്റു താരങ്ങൾ നെയ്മറും പിന്നെ മുള്ളറുണ്ടോ, പഴയ കാലത്തെ മുള്ളർ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ, ഞാനൊക്കെ ഫുട്ബോളിൽ വരുമ്പോൾ, ഫുട്ബോൾ എൻ്റെയൊക്കെ പ്രായമെന്ന് പറയുന്നത് മറഡോണയുടെ കാലഘട്ടം. മറഡോണയിലൂടെ ആണ് ഫുട്ബോളിനെ സ്നേഹിച്ചത്. സച്ചിനിലൂടെ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ടതുപോലെ മറഡോണയിലൂടെയാണ് നമ്മളൊക്കെ ഫുട്ബോളിനെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇന്ത്യ എന്ന് ഫുട്ബോൾ കളിക്കുന്നു അന്ന് വരെ മറഡോണയുടെ ഫാനാണ്, അർജന്റീനയുടെ ഫാനാണ്. നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് 2 ഫുട്ബോൾ കിരീടം നേടിയ അർജന്റീന, ഇപ്പോൾ ഈ അടുപ്പിച്ച് 2 ഫുട്ബോൾ കിരീടം നേടിയ അർജന്റീന കിരീടം നിലനിർത്തുമോ അതോ പുതിയ
ആളുകൾ ഈ പ്രാവശ്യം കപ്പടിക്കുമോ എന്നുള്ളത് കാണാനാണ്. എന്തായാലും അത് കാണുന്നതിന് ആളുകൾക്ക് അവസരമൊരുക്കുന്നതിന് ഏറ്റവും സൗകര്യമൊരുക്കിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, ഒരു പക്ഷേ ഇത്രയും വലിയ ബിഗ് സ്ക്രീൻ വെച്ചുകൊണ്ട് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ആർക്ക് വേണമെങ്കിലും കളി കാണാൻ കടന്നു വരാവുന്ന സൗകര്യം ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയ സംവിധാനം ഒരുക്കിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ ലഭ്യമാക്കണമെന്ന് സീതാറാം മിൽദേശം. കഴിഞ്ഞ വർഷത്തെ പുലിക്കളി മഹോത്സവത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭ്യമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സീതാറാം മിൽദേശം പുലിക്കളി സംഘാടക സമിതി യോഗം ആവശ്യപ്പെട്ടു. സർക്കാർ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിച്ചതിന് ശേഷം മാസങ്ങളായിട്ടും യാതൊരു മറുപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ പുലിക്കളി മഹോത്സവത്തിലും സീതാറാം മിൽദേശം പങ്കാളിയാകും. ഭാരവാഹികളായി K മുരളി, K കേശവദാസ്, AK സുരേഷ്, ബാലസുബ്രഹ്മണ്യൻ, അഭിലാഷ് TC തുടങ്ങിയവരെയും രക്ഷാധികാരികളായി മുൻ MLA MK കണ്ണൻ, ഡിവിഷൻ കൗൺസിലർ അഞ്ജലി, മുൻ കൗൺസിലർ I ലളിതാംബിക, AR കുമാരൻ തുടങ്ങിയവരെയും യോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ 2026 ഫിഫ വേൾഡ് കപ്പ് പ്രചരണ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിളംബര ഘോഷയാത്ര യോഗത്തിൽ PTA പ്രസിഡന്റ് PR ജോണി അധ്യക്ഷത വഹിച്ചു. ഈ റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ പോളി നീലങ്കാവിൽ നിർവഹിച്ചു. സൗത്ത് ഏഷ്യൻ ബേസ്ബോൾ സ്വർണ്ണ മെഡൽ ജേതാവും ചേർപ്പ് 3ാം വാർഡ് മെമ്പറുമായ എൽവിയ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നടത്തി. MPTA പ്രസിഡന്റ് ഷിതി ഷൈൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രധാനാധ്യാപിക ജെൻസി ടീച്ചർ സ്വാഗതവും ഫസ്റ്റ് അസിസ്റ്റന്റ് ജോബി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സ്കൂളിൽ നിന്ന് ചെവ്വൂർ സെന്റർ വരെ വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് കുട്ടികൾ വിളംബര ജാഥയിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് ഈ വർഷത്തെ ലോകകപ്പ് ആര് നേടുമെന്ന പ്രവചന മത്സരവും നടത്തുകയുണ്ടായി. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രത്യേക നിരീക്ഷണം കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. ലഹരിയുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രത്യേക നിരീക്ഷണം കുട്ടികളിൽ ഉണ്ടായിരിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് IPS അറിയിച്ചു.
തൃശൂർ ദേവമാതാ സ്കൂളിൽ സംഘടിപ്പിച്ച കോളേജ് സ്കൂൾ പ്രൊട്ടക്ഷൻ ജില്ലാതല മീറ്റിംഗിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള കരുതൽ നിർദ്ദേശം നൽകിയത്. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ സഹകരണവും പിന്തുണയും അത്യാവശ്യമാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഫണ്ട് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കോളേജ് സ്കൂൾ പ്രൊട്ടക്ഷൻ ജില്ലാതല മീറ്റിംഗ് സംഘടിപ്പിച്ചത്. തൃശൂർ സിറ്റി ജില്ലയിലെ ഓരോ സ്കൂളുകളിൽ നിന്നും ഒരു അധ്യാപകനും PTA സമിതിയിലെ ഒരു അംഗവുമായി 500ഓളം പേരാണ് പ്രോഗ്രാമിൽ പങ്കെടുത്തത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPS ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ P. ഷിബു, DEO രോഹിത് നന്ദകുമാർ KES, CWC ചെയർമാൻ K. സുനിൽകുമാർ, ജില്ലാ വുമൻ ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫീസർ മീര, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്മിത, ദേവമാതാ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജോയ്സ് എലവത്തിങ്കൽ, അസിസ്റ്റന്റ് ജില്ലാ SPC നോഡൽ ഓഫീസർ ജ്യോതിസ് തോമസ് തുടങ്ങിയവരും പങ്കെടുത്തു. നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സനീഷ് ബാബു, സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ ഫിസ്റ്റു എന്നിവരും ക്ലാസ് എടുത്ത് സംസാരിച്ചു. ലഹരിയുടെ ഉപയോഗം, വിപണനം എന്നിവ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായ സ്ഥലം, അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്നിവ സഹിതം ഉടനെ യോദ്ധാവിന്റെ 9959666666 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ 9492779797 അല്ലെങ്കിൽ 9497979794 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതുമാണെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPS അറിയിച്ചു. തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മെറിറ്റ് ഡേയുടെ ഉദ്ഘാടനം തൃശൂർ MLA രാജൻ ചേപ്പല്ലൻ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് വല്ലൂരാൻ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോഫി PJ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപകൻ ജോവൽ V. ജോസഫ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മാർപ്പാപ്പയുടെ പ്രത്യേക മെഡലിന് അർഹനായ മാനേജർ ഫാദർ ജോസ് വല്ലൂരാൻ, KCSL ഓൾ കേരള അവാർഡ് കരസ്ഥമാക്കിയ ഹയർ സെക്കൻഡറി അധ്യാപകൻ ജോൺ റാഫേൽ, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർക്ക് MLA രാജൻ ചേപ്പല്ലൻ പൊന്നാടയണിയിക്കുകയും മെമന്റോ നൽകുകയും ചെയ്തു. +2-വിനും SSLCക്കും സ്പോർട്സിലും വിജയികളായവർക്ക് കൗൺസിലർ ബൈജു വർഗീസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ MLA രാജൻ ചേപ്പല്ലനെ സ്കൂൾ മാനേജർ ഫാദർ ജോസ് വല്ലൂരാൻ പൊന്നാടയണിയിച്ചു. ജെംസ് ഓഫ് തോപ്പ് സെക്രട്ടറി JN PB, ലൂർദ് മെട്രോപൊളിറ്റൻ ചർച്ച് ട്രസ്റ്റി റാഫി KA, മുൻ പ്രിൻസിപ്പാൾ ബാബു KF, ഹെഡ്മിസ്റ്റേഴ്സ് ഷേർലി ആന്റണി K, PTA പ്രസിഡന്റ് ലിജോ ജോസ്, മദർ PTA പ്രസിഡന്റ് നിഷ മനോജ്, PTA വൈസ് പ്രസിഡന്റ് ജോജി MD, മുൻ സ്റ്റുഡൻസ് സേതു MS, അധ്യാപകരായ രാഗി K. ജോയ്, അനൂപ ദേവസി, ലിൻഡോ NV, ഓഫീസ് സ്റ്റാഫ് സനീഷ് KV, സജോവി പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ആശംസിക്കുവാനും കൂടി ഈ അവസരത്തിൽ ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ ഈ വിജയം നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ കഠിന പ്രയത്നവും സ്ഥിരോത്സാഹവുമാണെന്ന് ഞങ്ങളെല്ലാം തിരിച്ചറിയുന്നു. അതിനോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ, അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ, സഹപാഠികളുടെ, സുഹൃത്തുക്കളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണയും കൂടി കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. ഫുട്ബോളിനൊപ്പം വ്യത്യസ്ത ആശയവുമായി നന്ദിക്കര സർക്കാർ വിദ്യാലയം ലോകമെങ്ങും ഫുട്ബോൾ ആരവത്തിന് ഇന്നലെ അർദ്ധരാത്രി മുതൽ വിസിലൂതുമ്പോൾ കേരളത്തിലെ ഓരോ ഫുട്ബോൾ പ്രേമിയും ആ അനിശ്ചിത പ്രവാഹത്തിനൊപ്പം ഒഴുകുകയാണ്. ലോകകപ്പ് പ്രവചന മത്സരത്തിന്റെ ഭാഗമായി നൽകുന്ന സമ്മാനം കുട്ടികൾ തന്നെ സ്വന്തമായി നിർമ്മിച്ചതാകുമ്പോഴോ അതെ, നന്ദിക്കര സർക്കാർ വിദ്യാലയത്തിൽ 2018 ലഭിച്ച ടിക്കറിംഗ് ലാബ്, റോബോട്ടിക് എന്നിവ ഉപയോഗിച്ച് ടൈറ്റൻ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ തന്നെ തയ്യാറാക്കിയ ലോകകപ്പിന്റെ മിനിയേച്ചറുകൾ ഓരോ ദിവസത്തേക്കും വിജയികൾക്ക് സമ്മാനമായി നൽകും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മറ്റും ആഭിമുഖ്യത്തിൽ ലഭിക്കുന്ന ഓരോ സംഗീതങ്ങളും കൃത്യമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന നന്ദിക്കര സർക്കാർ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ആദ്യ പ്രവചന മത്സരത്തിൽ ശ്രീലക്ഷ്മി CB വിജയിയായി. പ്രധാനാധ്യാപിക രാധിക PT, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ തുടങ്ങിയവർ ചേർന്ന് ട്രോഫി നൽകി. അധ്യാപകരായ ഡോക്ടർ സുധീർ രാമചന്ദ്രൻ, ഷിഹാബുദ്ദീൻ, AU രമേശ് PM തുടങ്ങിയവർ സംസാരിച്ചു. ട്രോൾ ബാൻ കാലയളവിലേക്കായി തൃശൂർ ജില്ലയിലേക്ക് കടൽ രക്ഷാപ്രവർത്തനത്തിനും പെട്രോളിംഗിനുമായി സീ ഗാർഡുമാരെയും നിലവിൽ ഒഴിവുള്ള ഹാർബർ ബെയ്ഡഡ് സീ
റെസ്ക്യൂ സ്ക്വാഡ് തസ്തികയിലേക്കും ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. ഇന്റർവ്യൂ ജൂൺ 17 രാവിലെ 11 തൃശൂർ പള്ളിക്കുളത്ത് പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, മറ്റു യോഗ്യത, മുൻഗണനാ മാനദണ്ഡങ്ങൾ എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം വാക്ക്-ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. യോഗ്യത കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളി ആയിരിക്കണം. പ്രായപരിധി 20നും 60നും മധ്യേ. കടലിൽ നീന്താൻ അറിഞ്ഞിരിക്കണം. ആവശ്യമെങ്കിൽ കടലിൽ വെച്ചുള്ള നീന്തൽ പരിശോധന നടത്തി കായികക്ഷമത ഉറപ്പുവരുത്തുന്നതാണ്. കായികക്ഷമതാ പരിശോധനയിൽ പരാജയപ്പെടുന്നവരെ ഒഴിവാക്കും. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ ട്രെയിനിംഗ് പൂർത്തിയായവർക്കും ലൈഫ് ഗാർഡ് അല്ലെങ്കിൽ സീ റെസ്ക്യൂ സ്ക്വാഡ് ആയി ജോലി ചെയ്തിട്ടുള്ളവർക്കും 2018 പ്രളയ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർക്കും മുൻഗണന ലഭിക്കും. തൃശൂർ ജില്ലയിലെ താമസക്കാർക്കും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അത്യാധുനിക കടൽ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള പ്രാവീണ്യം ഉള്ളവർക്കും മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0487 24 41 132. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി പിടിയിലായ പശ്ചിമ ബംഗാൾ സ്വദേശി റിമാൻഡിലേക്ക്. സ്കൂൾ കുട്ടികളെയും മറ്റും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശിയായ ഇസ്മായിൽ എന്നയാളെയാണ് അറസ്റ്റിലായത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പോലീസ് സംഘം പിടികൂടിയത്. കുട്ടികൾക്കും യുവാക്കൾക്കുമായി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതിയെ അറസ്റ്റ് ചെയ്ത് ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 കൂടി കൂട്ടിച്ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മുൻ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായിരുന്ന കാതറിൻ പോൾ നിര്യാതയായി. CPIM മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പോൾ കോക്കാട്ടിന്റെ ഭാര്യയാണ്. സംസ്കാരം നടത്തി. മക്കൾ ഗീത, അനിത. മരുമക്കൾ അഡ്വക്കേറ്റ് CT സാബു, ഡോക്ടർ ജിത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തറ സ്പർശം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ അഗ്രി തെറാപ്പി സംഘടിപ്പിച്ചു. കേരള കലാമണ്ഡലത്തിൽ പുതിയ ഭരണസമിതി രൂപീകരിക്കപ്പെടാനിരിക്കെ അംഗീകാരമില്ലാതെ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതിനായി വാക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തുവാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെതിരെ DCC ജനറൽ സെക്രട്ടറി K. നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റി വൈസ് ചാൻസലറെ സന്ദർശിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി.
കുട്ടനല്ലൂർ സ്വാശ്രയ കർഷക സമിതിയുടെ 26ാം വാർഷിക പൊതുയോഗം നടത്തറ ഫാർമേഴ്സ് ബാങ്കിന്റെ പഴയ വൈദ്യുതി ഓഫീസ് കെട്ടിടത്തിൽ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.